Hello, welcome to market discussion of the day. Today, 28th May 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ 4 ദിവസത്തെ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ച് പോവാണ്. ഓക്കെ, സോ 7:30 മണിക്കും 10:30 മണിക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം അതിൻ്റെ റെക്കോർഡ് സെഷൻ ഇടും. പക്ഷേ ഞാൻ കഴിവതും ലൈവ് സെഷനിൽ തന്നെ കയറാനായിട്ട് ഞാൻ പറയും. പിറ്റേ ദിവസം റെക്കോർഡ് സെഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് രാവിലെ 11 മണിക്കും 4 മണിക്കുമായിട്ടാണ് വൈകുന്നേരം. സോ അതിൽ ഫ്രീ ആയിട്ടാണെങ്കിലും ഉണ്ടെങ്കിലും എന്താ പറയുക, മെസ്സേജ് അയക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഒരു പെയ്ഡ് സെഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾ 4 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു, അതിനുശേഷം നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് ലൈവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് നമ്മളെല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണം പിറ്റേ ദിവസം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒരു മാസം നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് സെഷനും എടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. നമുക്ക് ഫുള്ളായിട്ടൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ രാത്രി 7 മണിക്ക് യു കെ ടൈമിംഗ് 7 മണിക്ക്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈമിംഗ് ഒരു 11:30 മണിയൊക്കെ ആവുമായിരിക്കും. ഓക്കെ, 11:30 മണിക്ക് FOMC മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ FOMC മിനിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FOMC മിനിറ്റ്സ് ഇസ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് Federal Open Market Committee meeting. The meeting are held 8 times a year and focus on country's economic and financial condition, monetary policy and Fed interest rate. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ US എന്താ പറയുക, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഡിസിഷൻസും ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചുള്ള അവസ്ഥകളും മോണിറ്ററി പോളിസീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു മീറ്റിംഗ് ആണിത്. സോ അതിനകത്ത് ഉറപ്പായിട്ടും അതിലെന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാൽ ആ ഒരു സമയത്ത് വളരെ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ഉണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റിൽ പറഞ്ഞു പോകാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, റഷ്യ ഉക്രൈൻ വാറിനകത്തൊരു ചെറിയൊരു ഇന്നലെ രാത്രിയിൽ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ, പൊളിറ്റിക്കലി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതും മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ ഇതിനകത്തെല്ലാം അപ്ഡേറ്റഡും ആയിരിക്കണം. എന്നിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാനായിട്ട് പാടുള്ളൂ, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ, JPY എന്താ പറയുക, ഇന്നലെ 142 വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്, അല്ലേ? സോ 142 വന്ന മാർക്കറ്റ് പിന്നീട് അവിടെ നിന്ന് നിന്നില്ല. അവിടുന്ന് പെട്ടെന്ന് മുകളിലോട്ട് തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. 144 അവിടെ സപ്പോർട്ടും എടുക്കാതെ 144.4.750 ഒരു ഹയർ പോയിന്റ് ആയിട്ട് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുകയാണ് JPYയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? സോ ഇവിടുന്ന് എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, രാവിലെ നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. ഓക്കെ, സോ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് എന്ന് പറയുമ്പം 142-ന് 144, 144-142 അങ്ങനെയാണ് പോവേണ്ടത്. പക്ഷേ JPYയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇന്നലെ രാത്രി ക്ലോസിംഗ് 144-ന്റെ മുകളിലായിട്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം, അല്ലേ? 144-ന്റെ മുകളിലായിട്ടായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ് ഒക്കെ. എന്താ പറയുക, 144-ന്റെ മുകളിലായിരുന്നു. ഇന്ന് രാവിലെ നമുക്ക് അറിയാം എത്ര മണിയാ, രാവിലെ
7 മണിക്കുള്ള ക്യാൻഡിലൊക്കെ 144-ൻ്റെ മുകളിലായിരുന്നു. യൂറോപ്പ് ഓപ്പൺ ആയപ്പോൾ 144-ൻ്റെ മുകളിലായിരുന്നു. അടുത്ത ഒരു കൺഫർമേഷനോട് കിട്ടി. ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്ത് 144-ൻ്റെ മുകളിലാണ്. ഈ പറയുന്നത് പോലെ 144.1 റേഞ്ചിലൊക്കെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്തുകൊണ്ട് JPY സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, 143 പോയിന്റ് ടൈറ്റായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ 7.0 താഴെയായിട്ട് വെക്കാം. സേഫായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ 143.40 താഴെയായിട്ട് വെക്കാം. ഓക്കെ, സോ ഇതാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കാര്യം. ഇതാണ് നമുക്ക് JPYയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മളുടെ എന്താ പറയുക, JPY യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയിൽ എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും തന്നെ ഇല്ല. യൂറോ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് യൂറോയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് എടുത്തു തരാൻ പറ്റാത്തതും. യൂറോയിലുള്ള മെയിൻ ഓപ്പർച്യൂണിറ്റി 1.100 തന്നെയാണ്. അവിടുന്ന് നമുക്ക് നല്ലൊരു ബൈ കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്കറിയില്ല, ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും യൂറോയിൽ നമുക്ക് ആ ഒരു ബൈ കിട്ടും തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ യൂറോയിൽ നമുക്ക് 1.100 അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ള. 1.1100 ഓക്കെ, അല്ലെങ്കിൽ 1.100 എന്ന് പറയുന്ന റേഞ്ചിൽ. ഇപ്പോൾ ഷോർട്ട് ടേമിലൊന്നും പറയാനായിട്ട് എനിക്ക് തൽക്കാലം ഇല്ല. GBPയെ കുറിച്ച് പറയുമ്പോൾ GBP നമുക്ക് ഇന്നലെ നമുക്ക് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന 1.3500 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. യൂറോപ്പ് സെഷൻ, ഏഷ്യ സെഷൻ നൊക്കെ 1.3500 താഴെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. യൂറോപ്പ് സെഷൻ 1.3500 താഴെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്തും 1.3500 താഴെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം സെല്ലെടുത്ത് GBP നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, 1.3500 അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് 1.3560 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സെല്ലെടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ, നമ്മുടെ ഫേവറേറ്റ് സാധനം ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3311 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ ഇവിടുന്ന് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി, ബൈയിങ് സൈഡിൽ മാത്രമാണ് നിൽക്കേണ്ടതുള്ളത്. സെൽ സൈഡിലോട്ട് നിൽക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അപ് ട്രെൻഡാണ് മാർക്കറ്റ് അല്ലേ. സോ ഒരു ഷോർട്ടർ ടേമിലോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ റേഞ്ച് 3100 to 3500 ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഞ്ച് 280 to 3260 കഴിഞ്ഞ ആഴ്ചയുള്ള റേഞ്ച്. സോ ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെ വെച്ച് ബൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം, ഇന്നലത്തെയൊക്കെ മാർക്കറ്റ് കാണാം, നമുക്ക് 3295 എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം അല്ലേ. 3295. ഓക്കെ, സോ നമുക്ക് ഈ 3195 അവിടെയൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് 3280 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനിയും 3295 വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും 3315 ഏഷ്യൻ സെഷനിൽ 3315 മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, ഉറപ്പായിട്ട് 3315 അവിടുന്ന് സപ്പോർട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് 3330 അവിടെ നിന്നെങ്കിലും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും
നമുക്ക് നോക്കി കാണേണ്ട കാര്യം തന്നെയാണ്. ഒന്നും കൂടെ നമുക്ക് 3300 റേഞ്ച്, 3295 റേഞ്ചിൽ മാർക്കറ്റിനെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ട്രേഡ് സേഫായിട്ട് ട്രേഡ് ചെയ്യുക, സ്റ്റോപ്പ് ലോസുകൾ ഇടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.